ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ 3ാം സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കണേക്കാൾ മുന്നേ ഡിബഞ്ചറിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റിലെ തിയറീസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്താണ് ഡിബഞ്ചർ എന്ന് നോക്കാം അല്ലേ. ഡിബഞ്ചർ ഇസ് എ റിട്ടേൺ ഇൻസ്ട്രുമെൻറ്റ് ഓർ ഡോക്യുമെൻറ്റ് issued by a company under its seal, acknowledging a debt and contain the provisions as regards repayment of principal and interest. അതായത് കമ്പനി കടമുണ്ടെന്ന് അംഗീകരിക്കുകയാണ്. കമ്പനിക്ക് കടമുണ്ടെന്ന് അംഗീകരിക്കുകയും അതിൻ്റെ മുതലും പലിശയും എങ്ങനെ തിരിച്ചടയ്ക്കണം അങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് തയ്യാറാക്കുന്ന രേഖാമൂലമുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഡോക്യുമെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് കമ്പനി ആദ്യം തന്നെ ഡിബഞ്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്ത് ഓപ്ഷൻസ് ഉണ്ട്? അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം, ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ ഇഷ്യൂ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? ബാങ്കിനെ സമീപിക്കാം, ലോണിന് ആവശ്യപ്പെടാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്? അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ തയ്യാറാവുന്നത്? ഇപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് കിടക്കുന്നുണ്ടല്ലോ. അതൊന്നും നോക്കാണ്ട് കമ്പനി എന്തുകൊണ്ടാണ് ഡിബഞ്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഓക്കെ, കമ്പനി ഇപ്പോൾ ഷെയറിനെ കുറിച്ച് ചിന്തിച്ചേന്ന് വയ്ക്കാം. എന്ത് സംഭവിക്കും? ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്തു പോകും. അപ്പോൾ കമ്പനിക്ക് അതത്ര സുഖകരമായി തോന്നില്ല. അപ്പോൾ നെക്സ്റ്റ് എന്താ ഓപ്ഷൻ ഉള്ളത്? ബാങ്കിനെ സമീപിക്കുക അല്ലേ. ബാങ്കിനെ സമീപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ ബാങ്ക് എന്ത് ചോദിക്കും? സെക്യൂരിറ്റി ചോദിക്കും അല്ലേ. അപ്പോൾ നല്ല റെപ്യൂട്ടഡ് ഫേം അല്ലെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ല. അപ്പോൾ ഈ ഓപ്ഷൻസും അവിടെ പോവാണ്. നെക്സ്റ്റ് നല്ല ഓപ്ഷൻസ് ഡിബഞ്ചറാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പനി ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ ഡിബഞ്ചർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിക്ക് ഫണ്ടിൻ്റെ ആവശ്യം വന്നു. കമ്പനി എന്ത് ചെയ്യാണ്? പബ്ലിക്കിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് ഞങ്ങൾക്ക് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ എക്സാമ്പിൾ 10 lakh എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ പബ്ലിക് എന്ത് ചെയ്യും? 10 lakh കമ്പനിക്ക് കൊടുക്കും. കമ്പനി എന്ത് ചെയ്യണം? പകരം 10% ഡിബഞ്ചർ, 10% എന്നുള്ള ഒരു എക്സാമ്പിൾ ഇട്ടതാണ് കേട്ടോ. 10% ഡിബഞ്ചർ പബ്ലിക്കിന് കൊടുക്കണം. ഈ 10% എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഒരു ഡിബഞ്ചറിൻ്റെ മുന്നിൽ ഒരു ഈ റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ കമ്പനി പബ്ലിക്കിന് 10% ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ 10 വർഷത്തേക്കാണെന്ന് വിചാരിക്കാം. 10 വർഷത്തേക്കാണ് ഈ പബ്ലിക്കിൻ്റെ നിന്ന് കമ്പനി പൈസ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 10 വർഷം എന്നുള്ളത് നമ്മൾ എന്ത് തീരുമാനിക്കണം? ഇപ്പോൾ തന്നെ തീരുമാനിക്കണം അല്ലേ. 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരുന്നുള്ളൂ എന്ന് പറയണം. പിന്നെയോ ഇതാണ് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയണം. പിന്നെയോ ഈ റിഡംഷൻ്റെ സമയത്ത്, ഇത് റിഡംഷൻ എന്ന് പറയുന്നത് ഈ 10 വർഷം കഴിയുമ്പോൾ കമ്പനി പൈസ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ പബ്ലിക് എന്താ പറയണത്? ഞങ്ങൾക്ക് ഈ 10% ഇൻട്രസ്റ്റ് മാത്രം പോരാ, 10 വർഷം കഴിഞ്ഞിട്ട് ഈ 10 lakh തരുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കൂടി തരണം എന്ന് പറയും. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? 12 ലക്ഷം കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ലക്ഷം ഉണ്ടല്ലോ, ഈ 2 ലക്ഷത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീമിയം. ഈ റിഡംഷൻ്റെ സമയത്ത്, അതായത് റീപേയ്മെൻറ്റിൻ്റെ സമയത്ത്, മെച്യൂരിറ്റി നമ്മൾ പറഞ്ഞ 10 ഇയേഴ്സിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്ട്രാ പബ്ലിക്കിന് കൊടുക്കുകയാണ്, വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് പൈസ വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ തീരുമാനിക്കണം എന്താണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, എത്ര വർഷത്തേക്കാണ്, അതെങ്ങനെ ഇയർലി ആണോ ഹാഫ് ഇയർലി ആണോ, ഈ റിഡംഷൻ്റെ സമയത്ത് എത്ര രൂപ കൊടുക്കണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പൈസ വാങ്ങുന്ന മൊമെൻറ്റിൽ നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിബഞ്ചർ സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ നമ്മൾ എന്തൊക്കെ എഴുതും? ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ, എത്ര പീരീഡിലേക്കാണ്, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, അതിൻ്റെ റിഡംഷൻ വാല്യൂ എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് ഒരു റിട്ടേൺ എഴുതി തയ്യാറാക്കും. ഇപ്പോൾ അത് ഡിജിറ്റലാണ് എന്നാൽ നമുക്ക് പറയാം ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക്കിനെ സംബന്ധിച്ച് എന്താ? ഫിക്സഡ് ആയിട്ട് ഇയർലിയോ ഹാഫ് ഇയർലിയോ ഇവർക്ക് എന്ത് കിട്ടുന്നു? ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. ദെൻ മെച്യൂരിറ്റി സമയത്ത്, റിഡംഷൻ സമയത്ത് എക്സ്ട്രാ ഒരു പ്രീമിയം കൂടി പബ്ലിക്കിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത് കമ്പനീനെ സംബന്ധിച്ച് എന്താ? ഒരു ലയബിലിറ്റി ആണ് കേട്ടോ. അതൊന്നും നമ്മൾ നോട്ട് ചെയ്തേക്കണം. നമുക്ക്
ജേണൽ എൻട്രി ഒക്കെ എഴുതുമ്പോൾ നമുക്കൊന്ന് ആവശ്യമുണ്ട്. ഇത് ഡിബഞ്ചർ എന്ന് പറയുന്നത് കമ്പനീനെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റിയാണ് കേട്ടോ. ഇനി നമ്മൾ ടെക്സ്റ്റിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഡിബഞ്ചറിൻ്റെ മീനിങ് ആണ്. ദ ടേം ഡിബഞ്ചർ ഹാസ് ബീൻ ഡിറൈവ് ഫ്രം ലാറ്റിൻ വേർഡ് ഡിബറി. അപ്പോൾ ഡിബറി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിബഞ്ചർ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? ബോറോ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്പനീസ് ആക്ട് ഡിബഞ്ചറിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. Debenture includes debentures, stock, bonds and any other securities of a company, whether constituting a charge on assets of കമ്പനി ഓർ നോട്ട്. അപ്പോൾ കമ്പനിയുടെ അസറ്റിൻ്റെ മേലെ ചാർജ് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഡിബഞ്ചറോ സ്റ്റോക്കോ ബോൺസോ എനി അതർ സെക്യൂരിറ്റീസോ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ഡിബഞ്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബോണ്ടാണ്. ലൈക്ക് ഡിബഞ്ചർ, ബോണ്ട് ഈസ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് അണ്ടർ എ സീൽ ഓഫ് എ കമ്പനി. നമ്മൾ ഡിബഞ്ചറിൻ്റെ പോലെ തന്നെ കമ്പനി സീൽ വെച്ചിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള കടപ്പത്രമാണ് എന്ത്? ബോണ്ട് എന്ന് പറയുന്നത്. ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മുൻകൂട്ടി നിർണ്ണയിച്ചിട്ടുണ്ടില്ല, നോട്ട് പ്രീ ഡിറ്റർമിൻഡ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഡിഫറൻസ് പഠിക്കാനുണ്ട്. ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാനുണ്ട്. ബോണ്ടിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഫസ്റ്റ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടില്ലെങ്കിലും ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് പ്രീ ഡിറ്റർമൈൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രീ ഡിറ്റർമൈൻ ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിബഞ്ചറിലോ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമിൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മുൻകൂട്ടി തീരുമാനിച്ചേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ബോണ്ടിൽ പറയുന്നത് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് മാക്സിമം ഡിസ്കൗണ്ട്. മാക്സിമം ഡിസ്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഡിബഞ്ചറോ ലെസ്സർ ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, ഇനി ബോണ്ടിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഡംഷൻ പ്രൈസ് ആൻഡ് ഇഷ്യൂ പ്രൈസ് ഓഫ് എ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ്. ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ റിഡംഷൻ പ്രൈസും ഇഷ്യൂ പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഡിബഞ്ചറിലോ ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബേസിസ് ഓഫ് ഇറ്റ്സ് ഫേസ് വാല്യൂ ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഡിബഞ്ചറിൻ്റെ മുന്നിലായിട്ട് ഒരു പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ പെർസെൻറ്റേജ് അതിൻ്റെ ഫേസ് വാല്യൂ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ചാർജാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടേം ചാർജ് സിംപ്ലി റെഫേഴ്സ് മോർട്ടേജ്. അപ്പോൾ ഈ ചാർജ് എന്നുള്ളത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ചാർജ് നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിബഞ്ചർ ഇൻക്ലൂഡ്സ് ഡിബഞ്ചർ, സ്റ്റോക്ക്, ബോൺസ് ആൻഡ് എനി അതർ സെക്യൂരിറ്റി ഓഫ് എ കമ്പനി വെദർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ചാർജ് ഓൺ അസറ്റ്സ് ഓഫ് കമ്പനി ഓർ നോട്ട്. അപ്പോൾ കമ്പനിയുടെ അസറ്റിൻ്റെ മേലെ ചാർജ് ഉള്ളതോ ഇല്ലാത്തതുമായ സെക്യൂരിറ്റീസ്, ഡിബഞ്ചർ, സ്റ്റോക്ക്, ബോൺസിനൊക്കെ നമ്മൾ ഡിബഞ്ചർ എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുന്നത് വെച്ചാൽ പണയം എന്നാണ് അർത്ഥം. Okay, this implies that if the borrower failed to meet the obligation, the lender can secure his payment from the assets or assets mortgage. അതായത് നമ്മൾ കമ്പനി പൈസ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കടം തന്ന ആൾക്ക് ലെൻഡർക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ബാങ്ക് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ പണയം വെച്ച വസ്തു ഉണ്ടല്ലോ അത് വിറ്റിട്ട് അവരുടെ പൈസ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ചാർജ് രണ്ട് തരത്തിലുണ്ട്. ഫിക്സഡ് ചാർജും ഫ്ലോട്ടിംഗ് ചാർജും. A charge created on specific assets of a permanent nature such as land, building, machinery, etc. is known as fixed charge. സ്പെസിഫിക് അസറ്റിൻ്റെ മേലെയാണ് നമ്മൾ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നു. A charge created not on specific assets but generally on all assets is known as floating charge. അപ്പോൾ സ്പെസിഫിക് അസറ്റിൻ്റെ മേലെയല്ല, ജനറലി എല്ലാ അസറ്റിൻ്റെ മേലെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുന്നു? ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഡിബഞ്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചറാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ സീൽ ഓഫ് എ കമ്പനി. കമ്പനിയുടെ സീല് വെച്ചിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ക്യാരീസ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിന് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻ എ കോൺട്രാക്ട് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്. സ്പെസിഫിക് ഡേറ്റിൽ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്തുകൊള്ളാം എന്ന ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ജനറലി സെക്യൂർഡ് ബൈ എ ചാർജ് ഓൺ അസറ്റ്സ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ അസറ്റിൻ്റെ മേലെ എന്തുണ്ടായിരിക്കും? ഒരു ചാർജ് ഉണ്ടായിരിക്കും. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ലോൺ ക്യാപിറ്റൽ.
ഇറ്റ് ഈസ് റീപെയ്ഡ് ആഫ്റ്റർ ലോങ് പീരീഡ്, ഇറ്റ് ക്യാരി നോ വോട്ടിംഗ് റൈറ്റ്. ഓക്കെ, ഇത്രയാണ് ഡിബഞ്ചറിൻ്റെ നാച്ചുറൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ ആണ്. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഷെയർ എന്ന് പറയുന്നത് എന്താ? ഷെയർ ഈസ് എ പാർട്ട് ഓഫ് ഓൺ ക്യാപിറ്റൽ, നമ്മുടെ സ്വന്തം ക്യാപിറ്റലാണ് എന്ത് ഷെയർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ ഈസ് പാർട്ട് ഓഫ് ലോൺ ഓർ ബോറോഡ് ക്യാപിറ്റൽ. ഡിബഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന ലോണോ അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റലാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഷെയർസ്. ഷെയർസിൻ്റെ മേലെ നമ്മൾ കൊടുക്കുന്നത് എന്താ? ഡിവിഡൻഡ് ആണ് അല്ലേ. ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ഡിബഞ്ചർ. ഡിബഞ്ചറിൻ്റെ വില കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് മേ വാരി ഫ്രം ഇയർ ടു ഇയർ. അല്ലെ, റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സ്ഡ്. പക്ഷേ ഡിബഞ്ചറിൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഡിവിഡൻഡ് ഓൺലി ഇഫ് ദർ ഇസ് എ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുള്ളൂ. ദസ് ഇറ്റ് ഈസ് എ അപ്രോപ്രിയേഷൻ ഐറ്റം. ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ? ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഇൻട്രസ്റ്റ് വെദർ കമ്പനി മേക്ക് പ്രോഫിറ്റ് ഓർ നോട്ട്. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ആണോ അതൊന്നും വിഷയമല്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടണം? ഇൻട്രസ്റ്റ് കിട്ടണം. ഓക്കെ, ദസ് ഇറ്റ് ഈസ് എ ചാർജ് ഐറ്റം. എ ഷെയർ ഈസ് അൺസെക്യൂർഡ്. ഷെയർ എന്താണ്? അൺസെക്യൂർഡ് ആണ്. ഡിബഞ്ചർ ഈസ് ജനറലി സെക്യൂർഡ്. ഡിബഞ്ചർ എപ്പോഴും സെക്യൂർഡ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് ഈസ് പ്രൊപ്രൈറ്റർ. ഷെയർ ഹോൾഡേഴ്സ് അതിൻ്റെ ഓണേഴ്സ് ആണല്ലേ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഈസ് എ ക്രെഡിറ്റർ. ഡിബഞ്ചർ ഹോൾഡേഴ്സോ കടം കൊടുത്ത ആളാണ്. ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് വോട്ടിംഗ് റൈറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്. ഇവർക്ക് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിബഞ്ചർ എന്ത് ചെയ്യാം? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചർ ആണ്. അതായത് ഡിബഞ്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി, ഓൺ ദ ബേസ് ഓഫ് റിഡംഷൻ, ഓൺ ദ ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി. അങ്ങനെ 4 രീതിയിൽ നമ്മൾ ഡിബഞ്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് രജിസ്ട്രേഷനിൽ നമ്മൾ ഡിബഞ്ചറിനെ രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്നും ബെയറർ ഡിബഞ്ചർ എന്നും രണ്ടായി തിരിക്കുന്നു. രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ഡിബഞ്ചർ ആർ പേയബിൾ ടു ദ പേഴ്സൺ റെക്കോർഡഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിൽ പേരുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഡിബഞ്ചർ കൊടുക്കാൻ പറ്റുള്ളൂ. ദിസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓൺലി വിത്ത് ദ നോളജ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയുടെ അറിവോട് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് മീൻസ് ദാറ്റ് ദീസ് ആർ ട്രാൻസ്ഫറബിൾ ഓൺലി ബൈ ട്രാൻസ്ഫർ ഡീഡ്. ട്രാൻസ്ഫർ ഡീഡ് ഉണ്ടെങ്കിലേ ഈ ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ബെയറർ ഡിബഞ്ചറോ? ദീസ് ഡിബഞ്ചർ ആർ പേയബിൾ ടു ദ ബെയറർ. ദ കമ്പനി മെയിൻറ്റെയിൻ നോ രജിസ്റ്റർ ഫോർ ദീസ് ഡിബഞ്ചർ. ഇവർ ഇതിന് വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. ദീസ് ആർ ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി. നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കൈമാറ്റം ചെയ്തു എന്നാണ് അർത്ഥം. അതായത് അവർക്ക് നോ ഡീഡ് ഈസ് റിക്വയർഡ് ഫോർ ദെയർ ട്രാൻസ്ഫർ. അതിന് പ്രത്യേകിച്ച് ഡീഡിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റിയുടെ ബേസിൽ നമ്മൾ സെക്യൂർഡ് ഡിബഞ്ചർ ഓർ അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്ന് രണ്ടായി തരംതിരിക്കുന്നുണ്ട്. സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ഡിബഞ്ചർ ആർ സെക്യൂർഡ് ബൈ ദ അസറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റിൻ്റെ മേലെ സെക്യൂർഡ് ആയിരിക്കും. ദീസ് ആർ സെക്യൂർഡ് ഐദർ ഓൺ എ പർട്ടിക്കുലർ അസറ്റ് ഓർ ഓൺ ദ അസറ്റ് ഓഫ് ദി കമ്പനി ഇൻ ജനറൽ. ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള അസറ്റിലോ അല്ലെങ്കിൽ കമ്പനിയുടെ എല്ലാ അസറ്റിലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും? സെക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് അൺസെക്യൂർഡ്. ദീസ് ഡിബഞ്ചർ ആർ നോട്ട് സെക്യൂർഡ് ഓൺ എനി അസറ്റ്സ്. ഒരു അസറ്റിലും ഇത് സെക്യൂർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പേരിൽ തന്നെ ഉണ്ടല്ലോ അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസ് ഓഫ് റിഡംഷൻ ആണ്. റെഡീമബിൾ ഡിബഞ്ചർ എന്നും ഇറെഡീമബിൾ ഡിബഞ്ചർ എന്നും ഓൺ ദ ബേസ് ഓഫ് റിഡംഷൻ്റെ പേരിൽ നമ്മൾ ഡിബഞ്ചറിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ഡിബഞ്ചർ ആർ റീപേയബിൾ ആഫ്റ്റർ ഫിക്സ്ഡ് പീരീഡ് ഐദർ ഇൻ ലംസം ഓർ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിന് ഫിക്സ്ഡ് പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ഫിക്സ്ഡ് പീരീഡ് കഴിയുമ്പോൾ ഇത് ഒന്നെങ്കിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ ഇത് എന്ത് ചെയ്യണം? റീപേ ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇറെഡീമബിൾ അല്ലെങ്കിൽ പെർപെച്വൽ ഡിബഞ്ചർ ആണ്. ദീസ് ആർ നോട്ട് റിഡീമബിൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ കമ്പനി. കമ്പനിയുടെ ലൈഫ് ടൈമിലൊന്നും അത് എന്ത് ചെയ്യുന്നില്ല? റിഡീം ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ഇറെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നു. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കൺവേർട്ടബിലിറ്റി ആണ്. കൺവേർട്ടബിലിറ്റിയുടെ ബേസിസിൽ ഡിബഞ്ചറിനെ നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നും നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്താണെന്ന് വെച്ചാൽ ദീസ് ഡിബഞ്ചർ ആർ കൺവേർട്ടബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി ഹോൾഡർ ഇൻ ടു ദ ഷെയർ വിതിൻ ഓർ ആഫ്റ്റർ സെർട്ടൻ
പീരീഡ്. അപ്പോൾ ഷെയർ ഹോൾഡറിന് പറയാണ് എനിക്ക് ഈ ഡിബഞ്ചർ ഷെയർ ആയിട്ട് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, വിതിൻ ഓർ ആഫ്റ്റർ സെർട്ടൺ പീരീഡ് അവർ സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ ആ പീരീഡിന് ശേഷം ഈ ഡിബഞ്ചർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ ഉണ്ട്, പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണ്. ദീസ് ഡിബഞ്ചർ ഡു നോട്ട് ഗീവ് എനി ഓപ്ഷൻ ടു കൺവേർട്ട് ഇൻ ടു ഷെയർസ്. അപ്പോൾ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാത്ത ഡിബഞ്ചേഴ്സിന് നമ്മൾ എന്ത് പറയുന്നു, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആണ്. ടെക്സ്റ്റിൽ ഇത് 2 പോയിന്റ് ഓഫ് വ്യൂവിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ചാർട്ട് വഴി നമുക്കിത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിനെ നമ്മൾ ബേസിക്കലി 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫോർ ക്യാഷ്, ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ഫോർ കൊളാട്രൽ സെക്യൂരിറ്റീസ്. പിന്നെ ഫോർ ക്യാഷിൽ വീണ്ടും 3ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ റിഡംഷനും നമ്മൾ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്ക് ജേണൽ എൻട്രീസൊക്കെ എഴുതുമ്പോൾ വളരെ ഹെൽപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാർട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ജേണൽ എൻട്രീസും ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.